ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ റീഡിങ്സ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. നിങ്ങളാണ് ശരിയെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വ്യക്തിയോടൊപ്പം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സൺ, ഏത് സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടലിന്റെ വേദന ഈ വ്യക്തി നന്നായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പേഴ്സൺ അത്രയും വിഷമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണ് വേറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ പേഴ്സണ് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം എന്ന് പറയുന്നത്. ഈ പേഴ്സന്റെ കൂടെ ഇപ്പൊ ആരുമില്ല, ഈ പേഴ്സൺ ഒറ്റക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ ആയപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സണ് വേറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ പുറമെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറെ ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതായിട്ടും വേറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതായിട്ടൊക്കെ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ടാകാം. പക്ഷെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ വ്യക്തി ഒറ്റക്കാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇംപാർഷ്യാലിറ്റി ആണ്. അതായത് ഈ പേഴ്സൺ ജീവിതത്തിൽ എവിടേക്കോ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ തേർഡ് പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, തേർഡ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തി, അതായത് നിങ്ങളുടെ ശത്രു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ശത്രു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ശത്രു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ, ഇത് അവരെന്ത് കാണിച്ചാലും, ഇപ്പൊ അവർ കരഞ്ഞു കാണിച്ചാലും അത് സത്യമാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. മനസ്സിലായി? അവർ കരഞ്ഞു കാണിച്ച് എന്ത് പറഞ്ഞാലും ഓക്കെ, അതാണ് സത്യം, നിങ്ങൾ തെറ്റാണ്, തേർഡ് പാർട്ടിയാണ് ശരി എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരു റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവുകളാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? സത്യമാണ്, തിരിച്ചറിവാണ്. അപ്പോൾ നിങ്ങളാണ് ശരിയെന്ന് എന്നുള്ളൊരു തോന്നിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങൾ അത് തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക, അത് തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങൾ പൊളിയുന്നതായിരിക്കാം. തേർഡ് പാർട്ടി ഈ പേഴ്സണോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നുണയാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്ന നിമിഷമായിരിക്കാം. ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ എന്നാണ്. അതായത് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പേഴ്സന്റെ മുന്നിൽ സമീപിക്കുമ്പോൾ, അതായത് സപ്പോസ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ വ്യക്തിയോട് നമുക്ക് കല്യാണം കഴിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ കൂടുതലും ഡിസഗ്രിമെന്റ്സ് കൊണ്ടായിരുന്നു അതിനെ നേരിട്ടുകൊണ്ടിരുന്നത്.
അതായത് നിങ്ങൾ എന്ത് ആവശ്യമായിട്ട് വന്നാലും ഈ പേഴ്സൺ അത് നിരസിക്കും. ഈ പേഴ്സൺ അത് വേണ്ടാന്ന് പറയും. ഓക്കെ, അതിനിപ്പോ സമയമായിട്ടില്ല, അല്ലെങ്കിൽ അതിപ്പോ വേണ്ട, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് നോക്കാം എന്ന് പറയുന്ന ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനോട് എതിർത്ത് പറയാ, അല്ലെങ്കിൽ അതിപ്പോ ശരിയായിട്ടില്ല, ഇപ്പൊ അത് വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വ്യക്തി നന്നായി തന്നെ ഓർക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെ പറയുമ്പോഴും ഈ പേഴ്സൺ അതിനോട് എതിർത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഈ വ്യക്തി ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്തൊക്കെ തടസ്സങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഈ പേഴ്സൺ തള്ളിത്തെറിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ പശ്ചാത്താപത്തോടു കൂടി ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു ഓഫർ ലെറ്ററുമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് നിങ്ങൾ കൂടെ വേണം എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും കല്യാണത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ടാകാം ഈ പേഴ്സണായിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് ലിവിങ് ടുഗെദറോ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്നേഹിച്ചെങ്കിലും മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴൊക്കെ ഈ പേഴ്സൺ അല്ലറ ചില്ലറ തടസ്സങ്ങൾ പറഞ്ഞ്, മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ്, ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞ് തിരിഞ്ഞു പോയിട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ കൂടെ വരാതെ മാറിപ്പോയിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ മാറ്റി പിടിച്ചിട്ട് നിങ്ങളുമായിട്ട് കൂടുതൽ ചേർന്ന് പോകാനായിട്ടാണ്, ഒരുമിച്ച് ചേർന്ന് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പൊ താല്പര്യപ്പെടുന്നത്. ഈ പേഴ്സന്റെ ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ ഈ പേഴ്സണോടൊപ്പം നിങ്ങളും വേണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സണ് അത് അതിയായിട്ടുള്ള ആഗ്രഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് ഒറ്റപ്പെടൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിൽ എന്ത് വില കൊടുത്തും ഈ പേഴ്സൺ ഒരു നീതിയും ന്യായവും കൊണ്ടുവന്നിരിക്കും. ഒരു നീതി കൊണ്ടുവന്നിരിക്കും. കാരണം നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് നീതി കിട്ടാത്ത ഒരവസ്ഥ, നിങ്ങളുടെ സ്നേഹത്തിന് ന്യായമില്ലാത്ത ഒരവസ്ഥ. അത് നിങ്ങളുടെ മനസ്സ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളോടൊപ്പം നിൽക്കണം, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സണ് ആ ഒരു കാര്യം 100% നടപ്പിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല, 100% നടപ്പിലാക്കി തരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നീതി മേടിച്ചു തരണം, നീതി തരണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനാവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതെല്ലാം മാറ്റിവെക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ വേണ്ടാത്ത എന്തൊക്കെ വേണ്ടാത്ത എന്തൊക്കെ ഒരു സാഹചര്യങ്ങളാണോ അതെല്ലാം തന്നെ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ തുടച്ചു നീക്കിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിൽ നീതി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീലിംഗ് എർത്താണ്, ദ പവർ ടു ഗീവ് ആൻഡ് റിസീവ് ഹീലിംഗ് ആണ്. അതായത് ഭയങ്കര ഹീലിംഗ് എനർജി കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വഴക്കടിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ ശാന്തമായിട്ട് വരുമ്പോൾ ഈ പേഴ്സൺ ദേഷ്യപ്പെടും, ഈ പേഴ്സൺ ശാന്തമായിട്ട് വരുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്താലും അവിടെ ഒരു സമാധാനം കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സമാധാനം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീലിംഗ് കൊണ്ടുവരാനാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് അവിടെ ഒരു സമാധാനം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നേരെ വെച്ചിട്ട് വായിച്ചു നോക്കാം. അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് ആണ്. അതെ, ക്ഷണിക്കപ്പെടാത്ത അതിഥികളെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷണിക്കപ്പെടാതെ പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ എല്ലാവരും നമുക്ക് നല്ലത് തന്നിട്ട് പോണമെന്നില്ല. കുറെ പേര് മോശപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തരും എന്നിട്ട് പോകും. പക്ഷെ കുറെ പേര് നല്ലത് തന്നിട്ട് നമുക്ക് നല്ലത് തന്നിട്ട് അവര് പോകും. പക്ഷെ ഇവിടെ മോശം തരുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവരുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതായി പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷണിക്കപ്പെടാതെ കുറച്ച് ആൾക്കാർ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ കുറച്ച് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കറക്റ്റ് ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇടയിൽ നിന്നും പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഇല്ലാണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളോടുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്ത് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, എല്ലാത്തിലുപരി ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് എന്നാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കള്ളങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കള്ളങ്ങള്, ഒരുപാട് അനാവശ്യമായിട്ടുള്ള കള്ളങ്ങള്, കാപട്യമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും തേർഡ് പാർട്ടി പഠിപ്പിച്ചു കൊടുത്തതാകാം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെയ്യേണ്ടി വന്നതാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ വ്യക്തി ചെയ്തതാകാം. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിച്ചു വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. നിങ്ങളുമായിട്ട് ഒരു സത്യസന്ധതയോട് കൂടി മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ സത്യസന്ധത മാത്രം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുക. ഈ റിലേഷൻഷിപ്പിൽ സത്യസന്ധത കൊണ്ടുവരിക, ഈ ഒരു കാര്യമാണ്. കാരണം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേഡി വായില് കൈ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് മറച്ചു പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു പെൺകുട്ടിക്ക് തന്നെ ഈ ഒരു ഫേസിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും ഇതൊരു പശ്ചാത്താപത്തോടു കൂടിയാണ് നിൽക്കുന്നത്, അല്ലെ? ഈ ഒരു കുട്ടി പശ്ചാത്താപത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള കള്ളങ്ങൾ, നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ, ഇതൊക്കെ അബദ്ധമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആ ഒരു സത്യമായിട്ട് നിൽക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, സത്യസന്ധത കാണിക്കണം എന്നുള്ളൊരു ചിന്താഗതി. കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത്, ലെറ്റർ ഇ, 999, സോൾമേറ്റ്, ടെമ്പിൾ, 2020, 4-ാം തീയതി, മാനിഫെസ്റ്റേഷൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.